കൃഷിയുടെ കാഴ്ചകൾ പിന്നിട്ട് ഇനി പാലക്കാടൻ ഗ്രാമത്തിലെ സംരംഭകത്വ കാർഷിക വൈവിധ്യങ്ങളിലേക്ക്. വിഷരഹിത ഭക്ഷ്യ ഉൽപ്പന്നം ആരോഗ്യമുള്ളൊരു സമൂഹത്തിന് എന്ന സന്ദേശവുമായി നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സമഗ്ര സാമൂഹ്യ വികസന പ്രസ്ഥാനമാണ് ശ്രീകൃഷ്ണപുരം ഓർഗാനിക് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. ഈ കർഷക ഉത്പാദക കമ്പനികൾ രൂപീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു അഷ്യോർഡ് പ്രൈസ് ലഭിക്കുക എന്നതും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവരുടെ പ്രൊഡ്യൂസിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുകയും അത് വിപണിയിൽ എത്തിക്കുന്നതിലൂടെ അവർക്ക് ഡെഫിനറ്റായിട്ട് ഒരു ഇൻകം അഷ്വർ ചെയ്യുക എന്നുള്ളതും തന്നെയാണ്. കർഷകന് മാന്യമായ വില ലഭ്യമാക്കാൻ വേണ്ടി ഇടത്തട്ടുകാരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കർഷകന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ഇതിൻ്റെ ഭാഗമായി ഇടപെടാൻ കഴിയും. മാത്രമല്ല വിത്ത് മുതൽ വിപണനം വരെ എല്ലാ കാര്യങ്ങളിലും കർഷകനെ സഹായിക്കുക. ശ്രീകൃഷ്ണപുരം ഓർഗാനിക് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വിപണന ശൃംഖല ഉണ്ടാക്കിയിരിക്കുന്നത് 3 രീതികളിലാണ്: റൂറൽ മാർട്ട്, അഗ്രോ മാർട്ട്, കാർഷിക മാർക്കറ്റ്. നബാർഡിന്റെ ഓഫാം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന റൂറൽ മാർട്ട്, അത് ആ ഒരു പദ്ധതി വഴിയായുള്ള ഗ്രാൻഡ് സപ്പോർട്ടും കടമ്പഴിപ്പുറം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഫ്കോയ്ക്ക് നബാർഡ് ലഭ്യമാക്കിയിട്ടുണ്ട്. റൂറൽ മാർട്ടിലൂടെ ഭക്ഷ്യ മൂല്യത വർദ്ധിത ഉൽപ്പന്നങ്ങൾ, ശീതളപാനീയങ്ങൾ, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കരകൗശല വസ്തുക്കൾ, കയർ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ, വനം മുള ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സംഭരണവും വിപണനവും. കൃഷിക്ക് മാത്രമല്ല കാർഷിക അനുബന്ധ ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്കും ശ്രീകൃഷ്ണപുരം ഓർഗാനിക് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ധനസഹായവും സാങ്കേതിക സഹായവും ആവശ്യമായ പരിശീലനവും നൽകുന്നു. ഇപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കോ മറ്റെന്തെങ്കിലും പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും വേസ്റ്റ് ആയി കഴിഞ്ഞാൽ കേട് വന്നു കഴിഞ്ഞാൽ പുറത്ത് കിട്ട് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ ചിരട്ട പറയുമ്പോൾ അത് ടോട്ടലി നശിച്ചു പോവും. അതുകൊണ്ട് കുറച്ചുകൂടി ഡിമാൻഡിങ് ഉണ്ട് പുറത്തൊക്കെ. കേരളത്തിൽ കുറച്ച് കമ്മിയാണ്, പുറത്തൊക്കെ ഇതിലേറെ ആവശ്യക്കാരുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. ശ്രീകൃഷ്ണ പഞ്ചായത്തിൽ ഞാൻ തേനീച്ച കർഷകനാണ്. 100ഓളം തേനീച്ചപ്പെട്ടികൾ എനിക്കുണ്ട്. ഞാൻ റൂറൽ മാർട്ടിൽ സ്ഥിരമായിട്ട് എൻ്റെ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കുമൊക്കെ ശരീരത്തിന് ഒരുപാട് ഊർജ്ജം പകരുന്നൊരു ഉൽപ്പന്നമാണ് തേൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിൽ മേടിക്കുന്നത് പോലെയല്ല. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് സംസ്കരിച്ച് ബോട്ടിൽ കൊടുക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമായിട്ട് മേടിക്കുവാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കും. പിന്നെ മൊബൈൽ റൂറൽ മാർട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഈ കൊറോണ വന്നപ്പോഴാണ് മൊബൈൽ റൂറൽ മാർട്ടിൻ്റെ ആവശ്യകത വന്നത്. കാരണം വീടുകളാന്തരം സാധനങ്ങൾ എത്തിക്കുന്ന അല്ലെങ്കിൽ പ്രധാന സെൻ്ററുകൾ ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നാണ് മൊബൈൽ റൂറൽ മാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. അഗ്രോ മാർട്ടിലൂടെ ജൈവവളം, കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ, കാലിത്തീറ്റ, കോഴിത്തീറ്റ എന്നിവ സംഭരിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നു. കർഷകർ കൃഷിയിടത്തിൽ വെച്ച് തന്നെ ജീവാമൃതം പോലെയുള്ള ജൈവവളക്കൂട്ടുകൾ തയ്യാറാക്കുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷി ആവശ്യത്തിനുള്ള ജൈവാമൃതം നമ്മളായി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കുന്നത് കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം, പിന്നെ ചീമക്കൊന്നടയില, ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കൽ. ഇതെല്ലാം കൂട്ടി ഇളക്കി ഒരാഴ്ച കഴിഞ്ഞ് വെച്ചതിന് പുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിന് 4 ഇരട്ടി വെള്ളമാക്കിയിട്ട് എലിപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു. കർഷകർ കൃഷിയിടത്തിൽ വെച്ച് തന്നെ ജീവാമൃതം പോലെ ജൈവവളക്കൂട്ടുകൾ തയ്യാറാക്കുന്നു. ജൈവ പച്ചക്കറി കൃഷി അനുവർത്തിക്കുന്നതിനാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരു പ്രശ്നമല്ല. കാർഷിക മാർക്കറ്റ് സംഭരിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നത് പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവിളകൾ, സുഗന്ധവിളകൾ, വാഴക്കുലകൾ, തേങ്ങ, പുളി തുടങ്ങി വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. വാഴകൃഷി വ്യാപകമായി ശ്രീകൃഷ്ണപുരത്തും പരിസരങ്ങളിലുമുണ്ട്. 360ഓളം കമ്പനി ഷെയർ ഹോൾഡർമാരിൽ ഒട്ടേറെ പേർ വാഴകൃഷി ചെയ്യുന്നുണ്ട്. സംയോജിത കൃഷിയിടങ്ങൾ ഏറെയുണ്ട്. വാഴ, കവുങ്ങ്, തെങ്ങ്, റബ്ബർ തുടങ്ങി വൈവിധ്യമാർന്ന കൃഷികൾ. അടയ്ക്ക, തേങ്ങ, പച്ചക്കറികൾ ഇതൊക്കെ കൊടുക്കുന്നത് ICDC കടമ്പപ്പുറത്തേക്കിലാണ്. കർഷകർക്ക് ഗുണം കിട്ടുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ എന്തെങ്കിലും കർഷകർക്ക് ഒരു ബുദ്ധിമുട്ട് വിത്തുകൾ
പിന്നെ വളങ്ങൾ, കീടനാശിനികൾ, ജൈവ കീടനാശിനി, ഇതൊക്കെ വേപ്പെണ്ണ അങ്ങനത്തുള്ളതൊക്കെ ഈ കർഷകർക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെ പോകുന്നുണ്ടാവുക. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് ഈ വിത്തുകളൊക്കെ ഇവിടെ തന്നെ പുറത്തെ മാർക്കറ്റിൽ കിട്ടിയതിന് വളരെ ഇതായിട്ടാണ് ഇവിടെ കൊടുക്കാറുള്ളത്. തന്നെയല്ല, ഒരു 50 ഗ്രാം കയ്പ നമുക്ക് കയ്പ വിത്തിന് 450-500 റുപ്യേൻ്റെ വില വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ വില. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് തന്നെ കുറച്ച് ലാഭത്തിനാണ് ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇത് പുറത്ത് ഒരു വിൽക്കുന്നത് 800-700 റുപ്യക്കാണ്. പ്രിൻ്റർ റേറ്റിനാണ് പുറത്തുള്ള കടക്കാരൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കർഷകർക്ക് വളരെ ഗുണമാണ്. ഞങ്ങൾ നബാർഡിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണപുരം ഓർഗാനിക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഒരു FPO ആണ്. ഞങ്ങൾക്ക് 360ഓളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കർഷകർ തന്നെയാണ്. അതിൽ പലരും പലതരം കൃഷിയിൽ ഏർപ്പെട്ടവരാണ്. 11 കുളങ്ങൾ ഇതിലുണ്ട്. ചെറിയ മത്സ്യങ്ങളെ ബ്രീഡിങ്ങിന് ഉതകുന്ന അല്ലാത്ത 3 കുളങ്ങൾ ഒഴിച്ച് ടാങ്കുകളുണ്ട്. ബ്രീഡിങ്ങിൻ്റെ ഇൻക്യുബേഷൻ ടാങ്ക് ഉണ്ട്, റിയറിങ് ടാങ്കുകളുണ്ട്, അതുപോലെ മറ്റുള്ള ടാങ്കുകളൊക്കെ ഉണ്ട്. അത് കൂടാതെ 11ഓളം വലിയ കുളങ്ങളാണുള്ളത്. 5 മുതൽ 10 സെൻറ്റ് വരെയുള്ള വലിയ കുളങ്ങൾ. 1.5 ഏക്കറാണ് ആകെയുള്ള സ്ഥലം. ഇത് കുളങ്ങളാക്കിയ തികച്ചും നാച്ചുറലായിട്ട് നമ്മൾ മത്സ്യങ്ങളെ വളർത്തുകയാണ്. ആ കുളങ്ങളുടെ എടുത്ത മണ്ണ് മുഴുവൻ ബണ്ടുകളായിട്ട് ഓരോ കുളത്തിനും ബണ്ടായിട്ടിട്ടുണ്ട്. ഈ ബണ്ടുകളിലൊക്കെ തന്നെ പൂവൻ വാഴ, അതുപോലെ ഞാലിപ്പൂവൻ വാഴ, മറ്റുള്ള വാഴകൾ, ഇതിന് പുറമെ ഏകദേശം 28 ഇനം മാവുകൾ, ഏകദേശം 10 ഇനം പ്ലാവ്, കുരുവില്ലാത്ത ചക്കയടക്കം 10 ഇനം പ്ലാവുകൾ, 60 ഇനം വിദേശി ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങളും ഇതിൽ നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ശ്രീകൃഷ്ണപുരം ഓർഗാനിക് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിൽ ഒരു കാർഷിക നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട്. പച്ചക്കറി തൈകൾ, വാഴവിത്തുകൾ, തെങ്ങിൻ തൈകൾ, ഫലവൃക്ഷ തൈകൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയെല്ലാം നഴ്സറിയിലൂടെ വിപണനം ചെയ്യുന്നു. നടീൽ വസ്തുക്കൾ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചു നൽകുന്നു. ടൈലറിംഗ്, എംബ്രോയിഡറിംഗ് തുടങ്ങിയവയിൽ സ്ത്രീകൾക്ക് പരിശീലനങ്ങൾ നൽകി സംരംഭകത്വ വിജയത്തിന് ഇവിടെ വേദി ഒരുക്കുന്നുണ്ട്. MEDP എന്ന് പറയുന്ന പദ്ധതി ഒരു ഹ്രസ്വകാല ട്രെയിനിങ് പദ്ധതിയാണ്. 15 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പദ്ധതിയാണ്. പക്ഷേ അതിലൂടെ തന്നെ പേപ്പർ ബാഗ് മേക്കിംഗ്, ജൂട്ട് ബാഗ് മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ്, ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും സ്ത്രീകൾക്ക്, അതായത് സ്വയം സഹായ സംഘങ്ങളുടെ അംഗങ്ങളായ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. ആ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ലഭിച്ച പല സ്ത്രീകളും വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ യൂണിറ്റ് സെറ്റപ്പ് ചെയ്ത് അവരുടെ വരുമാന മാർഗവും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ LEDP, നമ്മൾ ഉപജീവന മാർഗ സംരംഭ അഭിവൃദ്ധി പദ്ധതി എന്ന് പറഞ്ഞാൽ LEDP, അതൊരു തൊഴിൽ പരിശീലന പദ്ധതിയാണ്. നമുക്ക് സംരംഭം ആരംഭിക്കാൻ ആളുകൾക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു പദ്ധതി. അത് നബാർഡിൻ്റെയാണ്. ചെറുകിട കർഷകരുടെ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ നബാർഡിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ അർത്ഥവത്തായിത്തീരുന്നു.